ഇന്ന് ഞാൻ സംസാരിക്കുന്നത് നമ്മളെല്ലാവരെയും കുറിച്ചിട്ടാണ്, അതായത് മനുഷ്യരെ കുറിച്ചിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ഭൂമിയിലെ ഏറ്റവും കരുത്തുള്ള ജീവി ഏതാണെന്ന് ചോദിച്ചാൽ ആരെങ്കിലും മനുഷ്യൻ എന്ന് പറയുമോ? ഇല്ല. കാരണം ശാരീരികമായിട്ട് നമ്മൾ അത്രമേൽ ദുർബലരാണ്. ഒരു സിംഹത്തിനോ പുലിക്കോ മുന്നിൽ നിരായുധനായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥ എന്തായിരിക്കും? പക്ഷേ എന്നിട്ടും ഈ ഭൂമിയുടെ രാജാക്കന്മാരായിട്ട് അധിപന്മാരായിട്ട് നമ്മൾ എങ്ങനെ മാറി എന്നുള്ളൊരു ചോദ്യം ഈ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ കണ്ട സമയത്താണ് തോന്നിയത്. ശ്രീ ബാബു രാമേന്ദ്രന്റെ ചാനൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന എതിരൻ കതിരവനുമായിട്ടുള്ള ഇന്റർവ്യൂ. ഞാൻ അടക്കമുള്ള മനുഷ്യന്മാരുടെ അല്ലെങ്കിൽ മനുഷ്യകുലത്തിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്നറിയോ? നമ്മുടെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണ്? ദ നേക്ഡ് ഐ പ്രോബ്ലം എന്ന് പറയുന്ന വെറും നഗ്നനായിട്ടുള്ള കുരങ്ങൻ മാത്രമാണ് നമ്മൾ എന്ന് പറയുന്ന ഒരവസ്ഥ. പ്രകൃതിയുടെ നിയമങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യൻ വെറും ഒരു പരാജയമാണ്. നമുക്ക് മൂർച്ചയുള്ള നഖങ്ങളില്ല, കടിച്ചു കീറാൻ വന്യമൃഗങ്ങളെ പോലെ പല്ലുകളില്ല, നമ്മുടെ തൊലിപ്പുറത്ത് കട്ടിയുള്ള രോമങ്ങളില്ല, വേഗത്തിൽ ഓടി രക്ഷപ്പെടാനായിട്ട് കഴിയില്ല. ഒരു ചിമ്പാൻസി എടുത്തു നോക്കൂ, നമ്മളെക്കാൾ 1-2 മടങ്ങ് കരുത്തുണ്ട് അവർക്ക്. അവരുടെ പേശികൾ അത്രമേൽ ബലമുള്ളതാണ്. ഒരു സിംഹത്തിന് തൻ്റെ താടിയെല്ലുകൊണ്ട് ഒരു മനുഷ്യൻ്റെ തലയോട്ടി തകർക്കാൻ നിമിഷങ്ങൾ മതി. ഒരു സീറ്റപ്പുലി മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗതയിൽ പായുമ്പോൾ നമുക്കത് സ്വപ്നം പോലും കാണാൻ കഴിയില്ല. സത്യം പറഞ്ഞാൽ ഉപകരണങ്ങളുടെ സഹായമില്ലാതെ പ്രകൃതിയിൽ ഒറ്റപ്പെട്ടാൽ അതിജീവനത്തിന്റെ കാര്യത്തിൽ മനുഷ്യൻ ഏറ്റവും താഴെയായിരിക്കും. എന്നിട്ടും ആർട്ടിക് മഞ്ഞ് മലകൾ മുതൽ സഹാറ മരുഭൂമി വരെ മനുഷ്യൻ ഇങ്ങനെ അടക്കി വാഴുകയാണ്. ആറ്റം പിളർക്കാനും ജീനുകളെ മാറ്റിവെക്കാനും വരെ നമുക്ക് കഴിയുന്നു. ഈ വൈരുദ്ധ്യം എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥ പോലെ നമുക്ക് സംസാരിക്കാം. ആദ്യം നമുക്ക് ഈ പുലിയെയും കരടിയെയും കടുവായെയും എങ്ങനെ നമ്മൾ അതിജീവിച്ചു എന്ന് സിമ്പിളായിട്ടൊന്ന് നോക്കാം. ഏകദേശം 20 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യൻ ഒരു പ്രത്യേക കഴിവ് നേടിയെടുത്തു. അതിനെ നമ്മൾ ഇന്ന് സ്ഥിരമായി ഉപയോഗിക്കുന്ന എൻഡ്യൂറൻസ് എന്ന വാക്കുകൊണ്ട് പറയാം. അത് നമുക്ക് ഒരു കഴിവ് തന്നു, ലോങ് ഡിസ്റ്റൻസ് റണ്ണിങ്. ചീറ്റപ്പുലിക്ക് വേഗത്തിൽ ഓടാം, പക്ഷെ പെട്ടെന്ന് ശരീരം ചൂടാകുന്നതുകൊണ്ട് അവർക്ക് ദീർഘനേരം ഓടാനായിട്ട് കഴിയില്ല. എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല. നമ്മുടെ ശരീരത്തിലെ രോമങ്ങൾ കുറഞ്ഞ ഒരവസ്ഥയും വിയർക്കാനായിട്ടുള്ള ഒരു കഴിവും ആ ഒരു മൃഗങ്ങളെ പോലെ തന്നെ പെട്ടെന്ന് ശരീരം ചൂടാകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുന്നില്ല. നമ്മളെ ഈ പറയുന്ന സാഹചര്യങ്ങൾ തണുപ്പിക്കുന്നുണ്ട്. നമ്മുടെ നീളമുള്ള കാലുകളും പ്രത്യേകം സ്പ്രിങ് പോലെയുള്ള ടെൻഡനുകളുമൊക്കെ മണിക്കൂറുകളോളം ഓടാൻ നമ്മളെ സഹായിക്കുന്നു. പണ്ട് കാലത്ത് മനുഷ്യൻ ഇരയെ ഓടിച്ച് തളർത്തിയാണ് പിടിച്ചിരുന്നത്. ഇതിനെ പെർസിസ്റ്റന്റ് ഹണ്ടിങ് എന്ന് വിളിക്കുന്നു. മൃഗം തളർന്നു വീഴുന്നത് വരെ മനുഷ്യൻ ഇങ്ങനെ പിന്നാലെ ഓടും. അതായത് നമ്മൾ മനുഷ്യർ പ്രകൃതിയെ കീഴടക്കിയത് കായിക ബലം കൊണ്ട് മാത്രമല്ല, ക്ഷമയും സഹനശക്തിയും പ്രധാനമായിട്ടും ഉപയോഗിച്ചുകൊണ്ടാണ്. ശാരീരികമായിട്ട് ദുർബലരാണെങ്കിലും നമ്മൾ എങ്ങനെ ലോകത്തെ അടക്കി വാഴുന്നു എന്നുള്ളതിന് പ്രധാനമായിട്ട് 4 കാരണങ്ങളുണ്ട്. ഒന്നാമത്തേത് തലച്ചോറിൻ്റെ ഒരു മുൻതൂക്കമാണ്. നമ്മളുടെ ഒരു ബ്രെയിൻ അഡ്വാൻറ്റേജ് ഉണ്ട്. ശരീരത്തിലെ ഊർജ്ജത്തിൻ്റെ 20% ഉപയോഗിക്കുന്നത് നമ്മുടെ തലച്ചോറാണ്. സങ്കീർണമായിട്ടുള്ള ഭാഷ, ചിന്തകൾ, ആസൂത്രണം, ഇതൊക്കെയാണ് നമ്മുടെ കരുത്ത്. ഭാവി വിഭാവനം ചെയ്യാനായിട്ടും വലിയ ഗ്രൂപ്പുകളായിട്ട് സഹകരിക്കാനും ഒക്കെ നമുക്ക് ഇതുകൊണ്ട് കഴിയുന്നുണ്ട്. നമ്മളെ ഭൂമിയുടെ അധിപതികളാക്കിയതിലെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് തീയുടെ ഒരു നിയന്ത്രണം, കൺട്രോൾ ഓഫ് ഫയർ. 10 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് തീ ഉപയോഗിക്കാൻ പഠിച്ചതോടെ കാര്യങ്ങൾ മൊത്തത്തിൽ മാറി. പാകം ചെയ്ത ഭക്ഷണം മികച്ച പോഷകാഹാരം നൽകി. അത് തലച്ചോറിന്റെ വളർച്ചയെ സഹായിച്ചു. തണുപ്പിനെ പ്രതിരോധിക്കാനും വേട്ടക്കാരിൽ നിന്ന് രക്ഷപ്പെടാനും ഈ ഒരു തീ നമ്മെ സഹായിച്ചിട്ടുണ്ട്. ഇന്നും നമ്മെ വേട്ടയാടുന്ന ജീവികളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നമ്മളിൽ പല ആളുകളും തീ അല്ലെങ്കിൽ തീ കൊണ്ടുള്ള പ്രകാശം അല്ലെങ്കിൽ അതുപോലുള്ള പ്രകാശങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ മനുഷ്യന്റെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ ഒരു പവർ എന്ന് എല്ലാവരും പറയുന്ന കാര്യം എന്താണ്? ഉപകരണങ്ങളും സാങ്കേതിക വിദ്യയും. കല്ലുകൊണ്ട് തുടങ്ങിയ നമ്മൾ ഇന്ന് AI എത്തി നിൽക്കുകയാണ്. മറ്റൊരു ജീവിയും പരിസ്ഥിതിയെ ഇത്രത്തോളം മാറ്റിമറിച്ചിട്ടില്ല. നമ്മൾ സർവൈവലിന് വേണ്ടി നമുക്ക് വേണ്ടി പരിസ്ഥിതി അത്രത്തോളം മാറ്റുന്ന ആളുകളാണ്. ഇതൊന്നുമല്ലാത്ത മനുഷ്യന് മാത്രമുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ആ ഒരു വലിയ പവർ നമ്മൾ അധിപതികളാണ് എന്ന് വിശ്വസിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അല്ലെങ്കിൽ കാര്യം അതിതീവ്രമായിട്ടുള്ള സാമൂഹിക സ്വഭാവം, അൾട്രാ സോഷ്യൽ നേച്ചർ. ലക്ഷക്കണക്കിന് മനുഷ്യർ ഒന്നിച്ച് സഹകരിച്ച് പല കാര്യങ്ങളും ചെയ്യുന്നു. അവർ നിയമങ്ങൾ ഉണ്ടാക്കുന്നു, സംസ്കാരങ്ങൾ ബിൽഡ് ചെയ്യുന്നു, വിശ്വാസങ്ങൾ ഉണ്ടാക്കുന്നു, വിശ്വാസങ്ങൾ സംരക്ഷിക്കുന്നു. ഇതൊക്കെയാണ് നമ്മെ ഇങ്ങനെ ബന്ധിപ്പിക്കുന്നത്. ഒരു സിംഹത്തിന് ഒരിക്കലും ഒരു വലിയ സ്ഥാപനം പടുത്തുയർത്താനായിട്ട് കഴിയില്ല. ഒത്തിരിയധികം ആളുകളെ കണക്ട് ചെയ്യുന്ന ഒരു മൾട്ടിനാഷണൽ കമ്പനി രൂപീകരിക്കാനായിട്ട് അല്ലെങ്കിൽ ഗുണഭോക്താക്കളെ സൃഷ്ടിക്കാനായിട്ട് നമുക്ക് മാത്രമേ പറ്റത്തുള്ളൂ. നമ്മൾ മനുഷ്യർ കട്ടിയുള്ള രോമങ്ങളില്ലെങ്കിലും വലിയ പല്ലുകളില്ലെങ്കിലും ഭൂമിയിലെ എല്ലാ കാലാവസ്ഥയിലും ജീവിക്കുന്ന ആളുകളാണ്. ആർട്ടിക് മഞ്ഞ് മലകളിൽ -40 ഡിഗ്രി തണുപ്പിൽ ഇന്യൂട്ട് വംശജർ അതിജീവിക്കുന്നുണ്ട്. കൊഴുപ്പുള്ള ഭക്ഷണവും തലമുറകളായി കൈമാറിയ അറിവുമാണ് അവരുടെ കരുത്ത്. ഇനി മരുഭൂമികളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ കിലോമീറ്ററുകളോളം ഒരു തുള്ളി വെള്ളമില്ലാത്ത മരുഭൂമികളിൽ ജലസംരക്ഷണം പഠിച്ച നാടോടി വർഗ്ഗങ്ങൾ കഠിനമായിട്ടുള്ള ചൂടിലൊക്കെ ഇത്ര കാലത്തോളം അതിജീവിക്കുന്നു, ഇപ്പോഴും അതിജീവിച്ചുകൊണ്ടിരിക്കുന്നു. വസ്ത്രങ്ങൾ കൊണ്ടും കുടിയേറ്റം കൊണ്ടും നമ്മൾ പ്രകൃതിയെ മറികടക്കുകയാണ്, കീഴടക്കുകയാണ്. ഭൂമിയിലെ എല്ലാ കാലാവസ്ഥയിലും സ്വാഭാവികമായി വസിക്കുന്ന മറ്റൊരു സസ്തിനി ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മുടെ യഥാർത്ഥ സൂപ്പർ പവർ അഡാപ്റ്റേഷൻ ആണ്. മനുഷ്യൻ പൊരുത്തപ്പെടുന്നത് ജൈവികമായല്ല,
മറിച്ച് സംസ്കാരം, സാങ്കേതിക വിദ്യ, മരുന്ന്, കൃഷി എന്നിവയിലൂടെയൊക്കെയാണ്. ഒരു ധ്രുവക്കരടിക്ക് തണുപ്പിനെ നേരിടാനായിട്ട് പ്രകൃതിയാൽ തന്നെ അതിന് കിട്ടിയ രോമങ്ങൾ വേണം. എന്നാൽ മനുഷ്യൻ ഒരു കോട്ട് കണ്ടുപിടിക്കുകയാണ്, അല്ലെങ്കിൽ രോമങ്ങൾ കൊണ്ടുള്ള ഒരു ജാക്കറ്റ് ഉണ്ടാക്കുകയാണ്. ജൈവിക പരിണാമം സാവധാനത്തിലാണ്, എന്നാൽ സാംസ്കാരിക പരിണാമം വളരെ വേഗത്തിലാണ്. ചില അത്ഭുതകരമായിട്ടുള്ള വസ്തുതകൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് ഞാനൊന്ന് എടുത്തു പറയാം. മനുഷ്യർക്ക് 100 കിലോമീറ്ററിലധികമൊക്കെ അൾട്രാ മാരത്തൺ ഓടാൻ കഴിയും. ഹിമയുഗങ്ങളെ നമ്മൾ മനുഷ്യർ അതിജീവിച്ചത് വെറും കല്ലായുധങ്ങൾ കൊണ്ട് മാത്രമാണ്. ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്ക് മറ്റൊരു ജീവിയുടെയും സഹായമില്ലാതെ ചെന്നെത്തി അവിടെ കാലുകുത്തിയ ജീവിയും ഭൂമിയിൽ നിന്നുള്ള ഒരേ ഒരു ജീവിയും മനുഷ്യനാണ്. ഇത്രയൊക്കെ ആധിപത്യം ഉണ്ടെങ്കിലും അഹങ്കാരം ഇങ്ങനെ കൂടുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോഴും ദുർബലരൊക്കെ തന്നെയാണ്. 3-4 ദിവസത്തിൽ കൂടുതൽ അല്ലെങ്കിൽ ഒരു 5 ദിവസത്തിൽ കൂടുതലൊന്നും വെള്ളമില്ലാതെ നമുക്ക് ജീവിക്കാനാവില്ല. രോഗങ്ങൾക്കും കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കും മുൻപിൽ നമ്മൾ നിസ്സഹായരാണ്. പ്രപഞ്ചത്തിന്റെ വിശാലതയിൽ ഭൂമി ഒരു ചെറിയ പൊട്ടു പോലെയാണ്. ഒരു ചെറിയ ആസ്ട്രോയിഡ് വന്നാൽ നമ്മുടെ നാഗരികത മുഴുവൻ മാഞ്ഞു പോയേക്കാം. എങ്കിലും 3 ലക്ഷം വർഷങ്ങൾ കൊണ്ട് കല്ലായുധങ്ങളിൽ നിന്ന് നമ്മൾ ക്വാണ്ടം ഫിസിക്സിലേക്ക് വളർന്നു എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ഈ ദുർബലത എന്ന് പറയുന്നതിനെയൊക്കെ കടത്തി വയ്ക്കുന്ന ഒരു വലിയ ബലം എന്ന് പറയുന്നത് നമ്മുടെ മനോധർമ്മവും അതേപോലെ തന്നെ നമ്മൾ പറയുന്ന ബ്രെയിനാണ്. ഫിലോസഫിക്കലി ഒന്ന് ചോദിക്കാം, നമ്മൾ ശക്തരാണോ അതും വെറും ഭാഗ്യവാന്മാരാണോ? ലക്ക് കൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ സർവൈവ് ചെയ്തു പോകുന്ന ആളുകളാണോ? ഉത്തരം ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി. ഓരോ ആളുകൾക്കും ഓരോ കാഴ്ചപ്പാടുണ്ട് ഫിലോസഫിക്കലി പറയുന്ന സമയത്ത്. കരുത്തിന്റെ വാദം ഇങ്ങനെയാണ്: ഐസ് ഏജുകളെയും അഗ്നിപർവ്വത വിസ്ഫോടനങ്ങളെയും പ്ലേഗുകളെയും യുദ്ധങ്ങളെയൊക്കെ നമ്മൾ അതിജീവിച്ചു. ഇന്ന് നമ്മൾ ജീനുകളെ മാറ്റിവെക്കുന്ന ആളുകളായിട്ട് മാറിയിട്ടുണ്ട്. ഇത് കരുത്തല്ലാതെ മറ്റെന്താണ് എന്ന് ആളുകൾ ചോദിക്കും. ഇനി ഭാഗ്യത്തിന്റെ വാദത്തിലേക്ക് വരാം. ദൈവവിശ്വാസികൾക്ക് ദൈവത്തെ വേണമെങ്കിൽ ഇവിടെ ഇണക്കി ചേർക്കാനായിട്ടുള്ള സാഹചര്യവുമുണ്ട് കേട്ടോ. പലപ്പോഴും നമ്മൾ തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത്. കാലാവസ്ഥ കൃഷിക്ക് അനുയോജ്യമായത് ഒരു ഭാഗ്യമാണ്. ഒരുപക്ഷെ ബുദ്ധി എന്നത് ഒരു അനിവാര്യതയല്ല, മറിച്ച് പ്രപഞ്ചത്തിലെ ഒരു ആകസ്മികതയായിരിക്കാം. പലപ്പോഴും നടത്തിയത് ഏതോ ഒരു ശക്തിയാണ് എന്നൊക്കെ വേണമെങ്കിൽ ആലോചിക്കാം. ഭാഗ്യത്തിന്റെയും അല്ലെങ്കിൽ കരുത്തിന്റെയും വാദമൊക്കെ അവിടെ നിൽക്കട്ടെ. മറ്റൊരു പ്രധാനപ്പെട്ട ചിന്തയിലേക്ക് വന്നു നോക്കുക. നമ്മൾ കെട്ടിപ്പടുത്ത സങ്കീർണമായിട്ടുള്ള ഒരു ലോകം അത്ര പെർഫെക്റ്റ് ആണോ? ഈ ലോകം തന്നെ നമ്മളെ ദുർബലരാക്കുന്നുണ്ട്. വൈദ്യുതി പോയി കഴിഞ്ഞാൽ, ഇലക്ട്രിസിറ്റി പോയി കഴിഞ്ഞാൽ നമ്മുടെ നഗരങ്ങൾ ആകെ തകരും. ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ വലിയ വിതരണ ശൃംഖലകളെ ആശ്രയിക്കുകയാണ്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് നാനാഭാഗങ്ങളിലേക്ക് ഭക്ഷണം ഇങ്ങനെ പോകുന്നത് കൊണ്ടാണ് നമ്മളിത് മാനേജ് ചെയ്തുകൊണ്ട് പോകുന്നത്. അമിതമായിട്ടുള്ള ഈ സങ്കീർണതകൾ പലപ്പോഴും തകർച്ചയ്ക്ക് കാരണമാവുന്നുണ്ട്. ഒരു ദിവസം നഗരത്തിലെ ട്രാഫിക് ലൈറ്റുകൾ കണ്ണ് അടച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്ന ആ ഒരു വലിയ മെസ് എന്തായിരിക്കും എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ മെട്രോ ട്രെയിനുകളിലെ സിഗ്നലിംഗ് സംവിധാനം തകർന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് നമുക്കറിയാം. പരിണാമം നമുക്ക് പേശികളിൽ മാത്രമല്ല സംഭവിച്ചത്, നമ്മുടെ സംസ്കാരത്തിൽ മൊത്തത്തിൽ അത് സംഭവിച്ചിട്ടുണ്ട്. ഈ സഹനശക്തിയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ഒരു ആയുധം. ദുരിതങ്ങൾ അനുഭവിക്കുമ്പോൾ മനുഷ്യൻ അതിന് പുതിയ അർത്ഥതലങ്ങൾ കണ്ടെത്തുകയാണ്. വിശ്വാസം, കല, ശാസ്ത്രം എന്നിവയിലൂടെ നമ്മൾ മാനസികമായിട്ട് അതിജീവിക്കുന്നുണ്ട് ഓരോ ദാരുണ ദുരന്തങ്ങളെയും. നമ്മൾ ശക്തരാണ് കാരണം നമ്മൾ ദുർബലരാണ്. നമ്മുടെ ദുർബലതയാണ് നമ്മെ കൊണ്ട് ആയുധങ്ങൾ നിർമ്മിച്ചത്. നഖങ്ങളില്ലാത്തതുകൊണ്ട് നമ്മൾ ഉപകരണങ്ങൾ ഉണ്ടാക്കി. ഒറ്റയ്ക്ക് അതിജീവിക്കാൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ സ്നേഹിക്കാനും സഹകരിക്കാനായിട്ടും പഠിച്ചു. ഈ പ്രപഞ്ചത്തിൽ നമ്മൾ താൽക്കാലിക ഒരു നിഴലായിരിക്കാം, പക്ഷേ നമ്മൾ ശക്തരാണോ അതോ വെറും ഭാഗ്യവാന്മാരാണോ എന്ന് ചോദിക്കാൻ കഴിയുന്ന ഈ കഴിവ് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം. എന്നാലും ഓർക്കുക, ഇൻഫ്രാറെഡ് കിരണങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അൾട്രാ വയലറ്റ് രശ്മികൾ കാണാൻ പറ്റുന്നുണ്ടോ? ഇതൊക്കെ കാണാൻ പറ്റുന്ന കൊച്ചു ജീവികൾക്കുള്ളിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ കണ്ണ് കാണാത്ത ഒരു ലഘു ജീവിയായിട്ടാണ് നമ്മളിങ്ങനെ ജീവിക്കുന്നത്. ഉടുപ്പൂരി കഴിഞ്ഞാൽ നാണം വരുന്ന, ഉടുപ്പൂരി പോയി കഴിഞ്ഞാൽ മുണ്ടഴിഞ്ഞു പോയി കഴിഞ്ഞാൽ നാണം കൊണ്ട് ഓടി ഒളിക്കേണ്ടി വരുന്ന മനുഷ്യന്മാരാണ് നമ്മൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ടുള്ളത് കമൻറ്റ് ചെയ്യുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് വീണ്ടും വരാം. നിങ്ങളുടെ സജഷൻസ് ഒക്കെ, ടോപ്പിക് സജഷൻസ് ഒക്കെ കമൻ്റായിട്ട് ഇടാവുന്നതാണ്. നന്ദി.